ഹായ് എവരി വൺ, AKR PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 പ്രിലിംസ് എക്സാമിൻ്റെ ഭാഗമായിട്ട് PSC മുൻ വർഷങ്ങൾ നടത്തിയ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കൂ. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കമൻറ്റ് ചെയ്ത് നമുക്ക് അതനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഇടാൻ സാധിക്കും. സോ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചേര ഭരണകാലത്ത് പദവാരം എന്നറിയപ്പെട്ടിരുന്ന നികുതി ഏത്? ഭൂനികുതി. ചേര ഭരണകാലത്ത് പദവാരം എന്നറിയപ്പെട്ടിരുന്ന നികുതിയാണ് ഭൂനികുതി. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ജോൺ ലോക്ക്. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ജോൺ ലോക്ക്. ആയിരത്തി 1946 സ്ത്രീകളുടെ നേതൃത്വത്തിൽ തോൽവിറക് സമരം നടന്ന സ്ഥലം? ചീമേനി. 1946 സ്ത്രീകളുടെ നേതൃത്വത്തിൽ തോൽവിറക് സമരം നടന്ന സ്ഥലമാണ് ചീമേനി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ലാഹോർ സമ്മേളനം 1929. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ച്. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിലൊന്നായ കാലിബംഗൻ നഗരം ഏത് നദീതീരത്തായിരുന്നു? ഖഗ്ഗർ. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിലൊന്നായ കാലിബംഗൻ നഗരം ഏത് നദീതീരത്തായിരുന്നു? ഖഗ്ഗർ. സിംല, ഡാർജിലിംഗ് തുടങ്ങിയ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തര പർവ്വത മേഖലയിലെ ഏത് മലനിരയിലാണ്? ഹിമാചൽ. സിംല, ഡാർജിലിംഗ് തുടങ്ങിയ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തര പർവ്വത മേഖലയിലെ ഏത് മലനിരയിലാണ്? ഹിമാചൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം? ജാറിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ജലപാതയുടെ ഭാഗമാണ്? ദേശീയ ജലപാത 3. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ജലപാതയുടെ ഭാഗമാണ്? ദേശീയ ജലപാത 3. വടക്കേ അമേരിക്കയുടെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന കാറ്റേത്? ചിനൂക്ക്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. മൺസൂണിന്റെ രൂപം കൊള്ളലിന് കാരണമാകാത്ത ഘടകമേത്? കർഷണം. മൺസൂണിന്റെ രൂപം കൊള്ളലിന് കാരണമാകാത്ത ഘടകമാണ് കർഷണം. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് നിയമം നിലവിൽ വന്നത്? 1994 ഏപ്രിൽ 23. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് നിയമം നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല? തൃശ്ശൂർ. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂർ. അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ 1964 രൂപം നൽകിയ സ്ഥാപനമേത്? സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ 1964 രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര്? ലോക്സഭാ സ്പീക്കർ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കർ. രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി? 30 വയസ്സ്. രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി 30 വയസ്സ്. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിന്റെ മുദ്രാവാക്യമാണ്? മഹിളാ ബാങ്ക്. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിന്റെ മുദ്രാവാക്യമാണ്? മഹിളാ ബാങ്ക്. സുവർണ നാര് എന്നറിയപ്പെടുന്ന ഉൽപ്പന്നം? ചണം. സുവർണ നാര് എന്നറിയപ്പെടുന്ന ഉൽപ്പന്നം ചണം.
തിലോത്തമ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? എള്ള്. തിലോത്തമ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? എള്ള്. ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്ത. ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം? ജംഷഡ്പൂർ. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ജംഷഡ്പൂർ. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല? ബൊക്കാറോ. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ബൊക്കാറോ. ആൽഗകളെ കുറിച്ചുള്ള പഠനം? മൈക്കോളജി. ആൽഗകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ? ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ സി ആണ്. വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ആനക്കയം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ആനക്കയം. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? കരൾ. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ. റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഏത്? ദ്രവ ഓക്സിജൻ. റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ദ്രവ ഓക്സിജൻ. രാസോർജം വൈദോർജമാക്കുന്നത് ഏത്? ബാറ്ററി. രാസോർജം വൈദോർജമാക്കുന്നതാണ് ബാറ്ററി. താഴെ പറയുന്നതിൽ ഏതിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജം ഉള്ളത്? വാതകങ്ങളിൽ. തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജം ഉള്ളത് വാതകങ്ങളിൽ. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറഞ്ഞു വരുന്നു. ഏകദേശ ഉയരത്തിന് എത്ര തോതിലാണ് മർദ്ദം കുറയുന്നത്? 1 മില്ലിബാർ ആണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറഞ്ഞു വരുന്നു. ഏകദേശം 10 മീറ്റർ ഉയരത്തിന് എത്ര തോതിലാണ് മർദ്ദം കുറയുന്നത്? 1 മില്ലിബാർ. സൗരയൂഥത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏത്? ഭൂമി. സൗരയൂഥത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹമാണ് ഭൂമി. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്? മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കൽ എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ. ഭരണഘടനയിൽ വകുപ്പ് 324 പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭരണഘടനയിൽ വകുപ്പ് 324 പ്രതിപാദിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ്. അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രമാക്കുന്നതിനുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രമാക്കുന്നതിനുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ്. ആരുടെ വാക്കുകളാണിത്? പ്ലേറ്റോ. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ്. ആരുടെ വാക്കുകളാണിത്? പ്ലേറ്റോ. ചുവടെ നൽകിയിട്ടുള്ളതിൽ ലാട്രേറ്റ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രദേശം ഏത്? മൺസൂൺ മഴയും ഇടവിട്ട് ഉഷ്ണവും അനുഭവപ്പെടുന്ന പ്രദേശം. ചുവടെ നൽകിയിട്ടുള്ളതിൽ ലാട്രേറ്റ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രദേശമാണ് മൺസൂൺ മഴയും ഇടവിട്ട് ഉഷ്ണവും അനുഭവപ്പെടുന്ന പ്രദേശം. ഭിന്നശേഷി ഉള്ളവർക്കായി IT പാർക്ക് നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? തെലുങ്കാന. ഭിന്നശേഷി ഉള്ളവർക്കായി IT പാർക്ക് നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തെലുങ്കാന. 2018 തായ്ലൻഡിലെ ഗുഹയിൽ കുടുങ്ങിയത് ഏത് ഫുട്ബോൾ ടീമിലെ കുട്ടികളാണ്? വൈൽഡ് ബോർ. 2018 തായ്ലൻഡിലെ ഗുഹയിൽ കുടുങ്ങിയത് ഏത് ഫുട്ബോൾ ടീമിലെ കുട്ടികളാണ്? വൈൽഡ് ബോർ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? നേവശേവ. കൂട്ടത്തിൽ പെടാത്തത് നേവശേവയാണ്. ഭീമ ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ.
ഭീമ ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ. മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം? ചെന്തുരുണി. മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. ജാതിക്കുമ്മി ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ജാതിക്കുമ്മി ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ഉദയഭൂമി ആരുടെ സമാധി സ്ഥലം? KR നാരായണൻ. ഉദയഭൂമി ആരുടെ സമാധി സ്ഥലമാണ്? KR നാരായണന്റെ. ഭർത്താവില്ലാതെ സ്ത്രീകൾക്കും പിന്നാക്കാവസ്ഥയിലുള്ള സ്ത്രീകൾക്കും വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതി? ശരണ്യ. ഭർത്താവില്ലാത്ത സ്ത്രീകൾക്കും പിന്നാക്കാവസ്ഥയിലുള്ള സ്ത്രീകൾക്കും വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണ്യ. 941 ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആണവ നിലയം? കൈഗ ആണവ നിലയം. 941 ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആണവ നിലയമാണ് കൈഗ. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്? ജൂലൈ 11. ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 11. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ വ്യക്തി ആര്? മാഡം ഭിക്കാജി കാമ. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ വ്യക്തിയാണ് മാഡം ഭിക്കാജി കാമ. 0 ഡിഗ്രി രേഖാംശ രേഖയിൽ രാവിലെ 10 മണി ആയിരിക്കുമ്പോൾ 82 ഡിഗ്രി രേഖാംശത്തിൽ സമയം എത്രയായിരിക്കും? 3:30 PM. 0 ഡിഗ്രി രേഖാംശ രേഖ രാവിലെ 10 മണി ആയിരിക്കുമ്പോൾ 82 ഡിഗ്രി രേഖാംശത്തിൽ സമയം എത്രയായിരിക്കും? 3:30 PM. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏഷ്യൻ രാജ്യം? ചൈന. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏഷ്യൻ രാജ്യമാണ് ചൈന. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ സാദിയ ധോളപ്പാലം ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ലോഹിത് നദിക്ക് കുറുകെ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ സാദിയ ധോളപ്പാലം ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ലൂഹിത്. ഇന്ത്യയുടെ വജ്ര നഗരം? സൂററ്റ്. ഇന്ത്യയുടെ വജ്ര നഗരം സൂററ്റ്. GST നികുതി വ്യവസ്ഥ ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം? ഫ്രാൻസ്. GST നികുതി വ്യവസ്ഥ ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി? കാവേരി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി. അഹോം രാജവംശം ഏത് സംസ്ഥാനത്താണ് ഭരിച്ചിരുന്നത്? ആസാം. അഹോം രാജവംശം ഏത് സംസ്ഥാനത്താണ് ഭരിച്ചിരുന്നത്? ആസാം. മഞ്ഞുതീനി എന്നർത്ഥമുള്ള പ്രാദേശിക വാദം? ചിനൂക്ക്. മഞ്ഞുതീനി എന്നർത്ഥമുള്ള പ്രാദേശിക വാദമാണ് ചിനൂക്ക്. കേരളത്തിൽ ആദ്യമായി സോളാർ ബോട്ട് സർവീസ് ആരംഭിച്ചത് എവിടെ? ആലപ്പുഴ. കേരളത്തിൽ ആദ്യമായി സോളാർ ബോട്ട് സർവീസ് ആരംഭിച്ചത് ആലപ്പുഴ. ഹൈക്കോടതി ജഡ്ജി രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? പ്രസിഡന്റിന്. ഹൈക്കോടതി ജഡ്ജി രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? പ്രസിഡന്റിന്. ഭൂമി കൈയേറ്റം തടയാനുള്ള ഭൂസംരക്ഷണ സേനയ്ക്ക് രൂപം നൽകിയ ആദ്യ ജില്ല? ഇടുക്കി. ഭൂമി കൈയേറ്റം തടയാനുള്ള ഭൂസംരക്ഷണ സേനയ്ക്ക് രൂപം നൽകിയ ആദ്യ ജില്ലയാണ് ഇടുക്കി. ഉരുക്കി വേർതിരിക്കൽ വഴി ലോഹ ശുദ്ധീകരണം നടത്താൻ കഴിയുന്ന ലോഹം? ലെഡ്. ഉരുക്കി വേർതിരിക്കൽ വഴി ലോഹ ശുദ്ധീകരണം നടത്താൻ കഴിയുന്ന ലോഹമാണ് ലെഡ്. കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്നുണ്ടാകുന്ന മിശ്രിതം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രൊഡ്യൂസർ ഗ്യാസ്. കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്നുണ്ടാകുന്ന മിശ്രിതം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രൊഡ്യൂസർ ഗ്യാസ്. ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏത്? ഹൈഡ്രജൻ. ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. കൊബാൾട്ട് ഓക്സൈഡ് ഗ്ലാസിന് നൽകുന്ന നിറം? നീല. കൊബാൾട്ട് ഓക്സൈഡ് ഗ്ലാസിന് നൽകുന്ന നിറം നീല. അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണ് ജലതരംഗം. അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണ് ജലതരംഗം. ചുവടെ നൽകിയിരിക്കുന്ന സസ്യരോഗങ്ങളിൽ നിന്ന് ഫംഗസ് വഴി ഉണ്ടാകുന്ന രോഗം തിരിച്ചറിയുക.
മഹാളി രോഗം. ഫംഗസ് വഴി ഉണ്ടാകുന്ന രോഗമാണ് മഹാളി രോഗം. മണ്ണിരയിലെ വിസർജന അവയവങ്ങളാണ് നെഫ്രീഡിയ. മണ്ണിരയിലെ വിസർജന അവയവങ്ങളാണ് നെഫ്രീഡിയ. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏത്? പീനിയൽ ഗ്രന്ഥി. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. കാർഷിക മേഖലയിൽ കൂടുതൽ ആദായം ലഭിക്കുന്നതിനായി വ്യാവസായിക അടിസ്ഥാനത്തിൽ മത്സ്യം വളർത്തുന്ന രീതിയാണ് പിസികൾച്ചർ. കാർഷിക മേഖലയിൽ കൂടുതൽ ആദായം ലഭിക്കുന്നതിനായി വ്യാവസായിക അടിസ്ഥാനത്തിൽ മത്സ്യം വളർത്തുന്ന രീതിയാണ് പിസികൾച്ചർ. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ തിയോഡർ ഷാൻ. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ തിയോഡർ ഷാൻ. ഇന്ത്യൻ അസോസിയേഷൻ എവിടെ വെച്ചാണ് രൂപീകരിച്ചത്? കൊൽക്കത്ത. ഇന്ത്യൻ അസോസിയേഷൻ എവിടെ വെച്ചാണ് രൂപീകരിച്ചത്? കൊൽക്കത്ത. ഭാഷാ പത്രനയം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? ലിട്ടൺ പ്രഭു. നാട്ടുഭാഷാ പത്രനിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആണ് ലിട്ടൺ പ്രഭു. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വർഷം ഏത്? 1875. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വർഷമാണ് 1875. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ്? ബംഗാൾ വിഭജനം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ്? ബംഗാൾ വിഭജനം. അനുശീലന സമിതി രൂപീകരിച്ചത് ആരാണ്? ബരീന്ദ്രകുമാർ ഘോഷ്. അനുശീലന സമിതി രൂപീകരിച്ചത് ബരീന്ദ്രകുമാർ ഘോഷ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. ആത്മവിദ്യാസംഘം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളിയെ നാമനിർദ്ദേശം ചെയ്ത വർഷം ഏതാണ്? 1912. ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളിയെ നാമനിർദ്ദേശം ചെയ്ത വർഷമാണ് 1912. മേൽമുണ്ട് സമരത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമി. മേൽമുണ്ട് സമരത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമി. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമി. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമി. ബഷീറിനെ കൂടാതെ പൂവമ്പഴം എന്ന പേരിൽ കഥ എഴുതിയത് ആര്? കാരൂർ നീലകണ്ഠപിള്ള. ബഷീറിനെ കൂടാതെ പൂവമ്പഴം എന്ന പേരിൽ കഥ എഴുതിയത് കാരൂർ നീലകണ്ഠപിള്ള. ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് PC കുട്ടിക്കൃഷ്ണൻ. നജീബ് പ്രധാന കഥാപാത്രമായി വരുന്ന നോവൽ ആടുജീവിതം. നജീബ് പ്രധാന കഥാപാത്രമായി വരുന്ന നോവലാണ് ആടുജീവിതം. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി G. ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് G. ശങ്കരക്കുറുപ്പ്. ONV കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഉപ്പ്. ONV കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഉപ്പ്. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? P. കുഞ്ഞിരാമൻ നായർ. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? P. കുഞ്ഞിരാമൻ നായർ. നമ്മൾ ഡിസ്കസ് ചെയ്ത് PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വരും ക്ലാസ്സുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.